ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്നുണ്ടാക്കാൻ പോകുന്ന ബ്രോക്കൺ വീറ്റ് എഗ് ബിരിയാണിയാണ്. ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കുട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കുട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. നമ്മുടെ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം കുക്കർ എടുക്കുക. കുക്കറിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന നുറുക്കുഗോതമ്പ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 2 വിസിൽ വരുന്നിടം വരെ അടച്ചു വെച്ച് വേവിക്കുക. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുക്കറിന് 2 വിസിൽ വന്നതിന് ശേഷം കുക്കർ അടുപ്പിൽ നിന്ന് മാറ്റുക. എന്നിട്ട് അടുപ്പിലൊരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കറുവപ്പട്ടയും ഗ്രാമ്പും പെരുംജീരകവും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് വഴറ്റുക. സവോള ജസ്റ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ സവോള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കുക. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളി എല്ലാം ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 3 മുട്ട നമുക്കൊന്ന് ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഈ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് മുട്ടയൊന്ന് ചിക്കിയെടുക്കണം, ഉലർത്തിയെടുക്കണം. നമ്മുടെ മുട്ട ഇവിടെ മസാലയൊക്കെ ആയിട്ട് നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പും കൂടെ ചേർത്തുകൊണ്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രോക്കൺ വീറ്റ് എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബ്രോക്കൺ വീറ്റ് ബിരിയാണി ഇവിടെ പ്ലേറ്റ് സെർവ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.